ഈ കാണുന്നതാണ് കുന്നിന് മുകളിലുള്ള ഗോപാൽസ്വാമി ടെമ്പിൾ. 24 മണിക്കൂറും ഇവിടെ മഞ്ഞ് മൂടിയ പോലത്തെ ഇതേപോലത്തെ അടിപൊളി ഒരു വെതർ ആയിരിക്കും ഇവിടെ. നല്ല കോടമഞ്ഞും കാറ്റും ചെറിയ മഴയും. കർണാടകയിൽ ഗുണ്ടൽപേട്ടിൽ ഹിമവത് ഗോപാൽസ്വാമി ബേട്ട എന്നറിയപ്പെടും, ഹിമവത് ഗോപാൽസ്വാമി ഹിൽസ് എന്നറിയപ്പെടും. ഒരുപാട് കാലം മുമ്പുള്ള നമ്മുടെ കേരളത്തിന്റെ ഗ്രാമഭംഗിയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റില്ലെങ്കിലും കർണാടകയുടെ ഈ ഭാഗത്തൊക്കെ വന്നു കഴിഞ്ഞാൽ ഗ്രാമഭംഗിയൊക്കെ അടിപൊളിയായിട്ട് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു റൂട്ടാണ്. ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെ വരാൻ പറ്റിയ അടിപൊളി ഒരു സ്ഥലമാണ്. നമ്മളിപ്പോൾ ഗുണ്ടൽപേട്ട എന്നാണ് ഈ ഒരു ലൊക്കേഷനിലേക്ക് പോകാനായിട്ട് തീരുമാനിച്ചത്. മെയിൻ ഹൈവേ തന്നെ റൈറ്റിലേക്ക് ഇതേപോലെ കാണാൻ പറ്റും ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞ്. ഗുണ്ടൽപേട്ട ടൗണിൽ നിന്ന് കുറച്ച് പോന്നു കഴിഞ്ഞിട്ടാണ് കേട്ടോ. ഗുണ്ടൽപേട്ട ടൗണിൽ നിന്നും ബന്ദിപ്പൂര് പോണ റൂട്ടിലാണ്. റോഡ് സൈഡിൽ തന്നെ നമുക്ക് കാണാൻ പറ്റും ഹിമവത് ഗോപാൽസ്വാമി ഹിൽസ് എന്ന് പറഞ്ഞ് ബോർഡ് വെച്ചേക്കണം. അവിടുന്ന് റൈറ്റിലേക്ക് കയറി ഈ ഒരു റോഡ് കുറച്ച് ദൂരം നമുക്ക് പോകാനുണ്ട്. ഏകദേശം അവിടെ കൊണ്ട് ഈ റോഡ് അവസാനിച്ച് പിന്നെ അവിടുന്ന് റൈറ്റിലേക്കൊരു വഴിയുണ്ട് ആ അമ്പലത്തിൻ്റെ സൈഡിൽ കൂടി. ആ വഴി കയറിയാലും നമുക്ക് ഗുണ്ടൽപേട്ടിൽ നിന്ന് ബത്തേരി റോഡിൽ ടോളിൻ്റെ അവിടെ വന്ന് കയറാൻ പറ്റും. അതൊരു ഷോർട്ട് കട്ടാണ് കേട്ടോ. ഈ വഴിക്ക് വന്ന വഴി തിരിച്ച് പോകാൻ നേരം അമ്പലത്തിൻ്റെ സൈഡിൽ നിന്ന് റൈറ്റിലേക്ക് ഒരു റോഡുണ്ട്, ആ വഴി പോകാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് കുറച്ചിങ്ങനെ വരാൻ നേരം ലെഫ്റ്റും റൈറ്റും ഉണ്ട്. നമുക്ക് പോരേണ്ടത് ലെഫ്റ്റാണ്. ഇവിടെ ഇങ്ങനെ ഒരു ബോർഡും കാര്യങ്ങളൊക്കെ വെച്ചേക്കണ കാണാൻ പറ്റും. നല്ല സൈലൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് കേട്ടോ ഈ റൂട്ട്. തികച്ചും ഗ്രാമഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റിയ ഒരുപാട് കൃഷികളാണ് ഈ ഒരു സൈഡിൽ ഇരുവശങ്ങളിലും കാണാൻ പറ്റുന്നത്. പിന്നെ ഇത് ഫോറസ്റ്റ് ആണ് ഇവിടെ പല ഭാഗങ്ങളും. ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ കയറുമ്പോൾ പ്രത്യേകം പെർമിഷൻ എടുക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഫോറസ്റ്റുകാരുടെ പണി കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ്. ഈ ഒരു പോണ റൂട്ടിൽ ചില സ്ഥലങ്ങളിൽ ഇലക്ട്രിക് ഫെൻസും കാര്യങ്ങളൊക്കെ ഇട്ട് വെച്ചേക്കണ കാണാൻ പറ്റും. അവിടുന്ന് ഉള്ളിലേക്കുള്ള വഴികളിൽ എവിടെയെങ്കിലും കയറി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഫോറസ്റ്റുകാർ പിടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ഈ ഭാഗത്തേക്ക് വരാനായിട്ട് ഏറ്റവും നല്ല സമയം ഈ മൺസൂൺ സമയം, സെപ്റ്റംബർ വരെ അടിപൊളിയായിരിക്കും. കാരണം ഇവിടെ ചുറ്റിനും പല ഭാഗങ്ങളിലും പൂക്കൃഷി ചെയ്യുന്നുണ്ട്. സൺഫ്ലവർ, ചെണ്ടുമല്ലി, അതൊക്കെ ഇപ്പോൾ ഇവർ ഏകദേശം കൃഷിയും കാര്യങ്ങളൊക്കെ എല്ലായിടത്തും തുടങ്ങിയിട്ടുണ്ട്. സൺഫ്ലവറൊക്കെ ഇപ്പോൾ ഒരുപാട് സ്ഥലങ്ങളിൽ ലെഫ്റ്റും റൈറ്റൊക്കെ കാണാൻ പറ്റും കേട്ടോ. കുറച്ചുകൂടി മുമ്പിലേക്ക് പോകാൻ നേരം നമുക്ക് അടുത്ത് കാണാൻ പറ്റും. ഇവിടെ സൺഫ്ലവർ ഉണ്ട്. ഒരുപാട് ആൾക്കാർ ഇവിടെ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ ആയിട്ടൊക്കെ വന്നിട്ടുണ്ട്. ഇത് ഉള്ളേരിയ കൊണ്ട് തന്നെ ഗുണ്ടൽപേട്ട ടൗണിലെ പോലെ അത്രയും ക്രൗഡ് ഉണ്ടാവില്ല. ഇവിടെ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈലൻ്റായിട്ട് അടിപൊളി ഫോട്ടോയും കാര്യങ്ങളൊക്കെ എടുക്കാം. അപ്പോൾ ഗുണ്ടൽപേട്ട ടൗണിലൂടെ പോകുന്നവർക്ക് ഇത് അടിപൊളി ഒരു റൂട്ടാണ്, ഈ വഴി വന്ന് എക്സ്പ്ലോർ ചെയ്യാനായിട്ട്. ഈ ഒരു റൂട്ടിലെ പ്രധാന ആകർഷണം ഈ കാണുന്ന റോഡാണ്. സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡാണ്. ഇത് കണ്ടോ, അടിപൊളി ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കാൻ പറ്റിയ അടിപൊളി ഒരു റോഡാണിത്. വൈകിട്ടൊരു 4 മണി 5 മണി സമയത്ത് ഇവിടെ ഫോട്ടോസ് എടുക്കാനും വീഡിയോസ് എടുക്കാനും വന്നത് നല്ലതായിരിക്കും. ആ ഒരു സമയത്താണെങ്കിൽ കറക്റ്റ് ലൈറ്റിംഗ് ആയിരിക്കും. ഈ റോഡ് ഇങ്ങനെ സ്ട്രെയിറ്റ് കുറേ കിലോമീറ്ററോളം കിടപ്പുണ്ട് കേട്ടോ. അത്രയും ഒരു ഭംഗിയാണ് ഈ ഒരു റോഡ്. വീഡിയോസ് എടുക്കാനും ഫോട്ടോസ് എടുക്കാനൊക്കെ ഇങ്ങനെ കിലോമീറ്ററോളം ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് കിടക്കുക. ചെറിയൊരു വളവുള്ള കാണുന്നത് ഇത് ശരിക്കും ബന്ദിപ്പൂർ ഫോറസ്റ്റിന്റെ നടുക്കുള്ള ഒരു ഏരിയ ആണ്. ആ കാണുന്ന മലേന്റെ മേലിലാണ് നമ്മൾ ഇന്ന് കയറാൻ പോണത്. മല ഫുള്ള് കോട വന്ന് മൂടി നിൽക്കട്ടെ. അമ്പലമൊക്കെ ചിലപ്പോൾ കാണാൻ തന്നെ പറ്റില്ല. ഇതേപോലത്തെ കുറെ കാഴ്ചകൾ നമുക്ക് ഇവിടെ കാണാൻ പറ്റൂട്ടോ ഈ ഒരു ഭാഗത്ത്. നമ്മുടെ നാട്ടിൽ കേരളത്തിൽ തന്നെ വളരെ കുറവാണ് ഇങ്ങനത്തെ കാഴ്ചകളൊക്കെ. ഇപ്പൊ കാണാൻ തന്നെ ഇല്ല. കർണാടകയിൽ കൂടുതലും കൃഷിയും കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ട് തന്നെ പണ്ടൊക്കെ നമുക്ക് സിനിമയിലൊക്കെ കാണാൻ പറ്റിയ പോലത്തെ കാഴ്ചകൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ഇനി നേരെ ചെന്ന് അവസാനിക്കണത് ഗോപാൽസ്വാമി ഹിൽസിൻ്റെ അടിഭാഗത്താണ്. അവിടുന്ന് നമുക്ക് നമ്മുടെ വണ്ടി കയറ്റാൻ പറ്റില്ല. അവിടെ ഒരു KSRTC ബസ് ഉണ്ടാവും, അവിടുന്ന് വേണം കയറി പോകാൻ. കാറും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നവർക്ക് റൈറ്റ് സൈഡിൽ പാർക്കിംഗ് ഉണ്ട്. നല്ല വലിയ പാർക്കിങ്ങാണ്. പ്രത്യേകിച്ച് വലിയ കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. സേഫായിട്ട് പാർക്ക് ചെയ്തിട്ട് പോവാം. ഇത് തിരിച്ച് ഗുണ്ടൽപേട്ടൊക്കെ പോകാൻ കിടക്കുന്ന ബസ്സാണ് കേട്ടോ. അപ്പോൾ ഗുണ്ടൽപേട്ടയിൽ നമുക്ക് ബസ്സിനാണെങ്കിലും ഈ ഒരു റൂട്ടിലേക്ക് വരാം. ഹോട്ടലും കാര്യങ്ങളൊന്നും ഈ ഒരു ഭാഗത്ത് തന്നെ ഇല്ല. അപ്പോൾ മാക്സിമം ഫുഡും കാര്യങ്ങളൊക്കെ ടൗണിൽ നിന്ന് തന്നെ കഴിച്ചിട്ട് വരാൻ നോക്കുക. ഈ ഒരു വഴിയിലൂടെ കയറി ഇവിടുന്ന് നമ്മൾ ടിക്കറ്റ് എടുത്തിട്ട് ആ കാണുന്ന ബസ്സിൽ കയറി വേണം നമുക്ക് ഇതിൻ്റെ മേലേക്ക് പോകാനായിട്ട്. ബസ്സിൽ ഈ ഫുൾ സീറ്റിൽ ആളായി കഴിഞ്ഞാൽ മാത്രമേ ഇവർ എടുക്കുകയുള്ളൂ. മേലേക്ക് കുറച്ചധികം കുത്തനെയുള്ള കയറ്റമാണ്. നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊന്നും ഈ വഴി വിടില്ല. നേരത്തെ പ്രൈവറ്റ് വണ്ടികളൊക്കെ ഇതിനകത്ത് കയറി പോയിക്കൊണ്ടിരുന്ന ഒരു അവസ്ഥ ഉണ്ടായിരുന്നെന്ന് പറയുന്നുണ്ട്. ഇതിൻ്റെ മേലേക്ക് തോറും നമുക്ക് ഗുണ്ടൽപേട്ട ടൗണിൻ്റെ അടിപൊളി ഒരു വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാൻ പറ്റും. ഓരോ ലെയറാക്കി കൃഷി ചെയ്യാൻ വേണ്ടി സ്ഥലങ്ങളൊക്കെ ഇട്ടേക്കണ കണ്ടില്ലേ. ഒരു 15 മിനിറ്റൊക്കെ ഈ ബസ്സിലിരുന്നാൽ മതിയാകും. അത്രയും ദൂരമുള്ളൂ മേളിലേക്ക്. പക്ഷേ മാജിക്കൽ ക്ലൈമറ്റാണ്. നമ്മൾ ഇവിടുന്ന് കയറിക്കൊണ്ടിരിക്കും തോറും താഴേന്ന് കയറുമ്പോൾ തന്നെ കോടമഞ്ഞോ കാര്യങ്ങളോ തണുപ്പോ മഴയോ ഒന്നും തന്നെ ഇല്ല. ഇതിൻ്റെ മേലേക്ക് നമ്മളിപ്പോൾ കയറി ചെല്ലും തോറും ഇവിടുത്തെ വെതർ മാറിക്കൊണ്ടേയിരിക്കുന്നു. ബന്ദിപ്പൂർ ഫോറസ്റ്റിലൂടെയാണ് ഇപ്പോൾ നമ്മൾ യാത്ര ചെയ്യണത്. ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ ഏറ്റവും ഉയരമുള്ള ഭാഗമാണ് ഈ ഒരു മല. ഇപ്പം ചെറിയ കോട വന്ന് മൂടി തുടങ്ങിയിട്ടാണ് നമ്മുടെ റോഡും കാര്യങ്ങളും ഇരുവശങ്ങളിലെല്ലാം കോട വന്ന് മൂടി തുടങ്ങി. ഏകദേശം നമ്മൾ ആ ഒരു അമ്പലത്തിൻ്റെ അടുത്തേക്ക് എത്താനായിട്ടുണ്ട്. അപ്പം തന്നെ ഇത്രയും കോടയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ അതിൻ്റെ മേളിലത്തെ കോട എത്രത്തോളം ഉണ്ടാവും എന്ന് പറയണ്ടല്ല. ഏത് സീസണിൽ വന്നാലും ഇവിടെ ഈ കോടയും കാര്യങ്ങളും ഉണ്ടാവും എന്നാണ് പലരും പറയാറുള്ളത്. പക്ഷെ അങ്ങനെയല്ല.
ഇവിടെ ഇതേപോലെ അടിപൊളി വെതർ ആസ്വദിക്കണമെന്നുണ്ടെങ്കിൽ ഒരു ജൂൺ മുതൽ സെപ്റ്റംബർ വരെ തന്നെ, എങ്കിലേ ഇത്ര അടിപൊളി ഒരു വെതർ, തണുപ്പ് കാറ്റും ചെറിയ കോടയും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷേ ഇത്രയും കോടയും ചെറിയ മഴയും കാറ്റും കാര്യങ്ങളൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ ജൂൺ മുതൽ സെപ്റ്റംബർ ടൈം തന്നെ. ഞാൻ ഈ എല്ലാ സീസണിലും ഇവിടെ വന്ന് നോക്കിയിട്ടുണ്ട്. ഏറ്റവും നല്ല സീസൺ ഈ ജൂൺ മുതൽ സെപ്റ്റംബർ വരെയുള്ള സമയത്താണ്. കോട ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. നല്ല കാറ്റുമുണ്ട്, ചെറിയ മഴ അങ്ങനെ നനയണ ഒരു മഴയല്ല. നമ്മൾ ഈ ചെല്ലണ ബസ്സിൽ തിരിച്ച് കയറി പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. അവിടുന്ന് കൊണ്ടുവന്ന് നമ്മളെ ഇവിടെ ഇറക്കും. എന്നിട്ട് നമ്മൾ അമ്പലത്തിലേക്ക് പോകാനുള്ള ആൾക്കാർ തിരിച്ച് ഈ ബസ്സിൽ കയറി പോകും. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ടിക്കറ്റ് എടുത്തിട്ടാണ് നമ്മൾ ഇങ്ങോട്ടേക്ക് എത്തുന്നത്. മാക്സിമം രാവിലെ നമ്മളിവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് എത്രത്തോളം നേരം ഇവിടെ വേണമെങ്കിലും നിന്നിട്ട് നമുക്ക് ഇഷ്ടമുള്ള ബസ്സിന് ഇവിടുന്ന് തിരിച്ച് കയറി താഴേക്ക് പോയാൽ മതി. അതേപോലെ തന്നെ ഉച്ച സമയത്ത് ഇവിടെ ഭക്ഷണവും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഞങ്ങളിവിടെ വന്നപ്പോൾ ഉച്ച കഴിഞ്ഞ്, അതുകൊണ്ട് ഫുഡ് കഴിച്ചിട്ടില്ല ഇവിടുന്ന്. അതുകൊണ്ട് അതേപ്പറ്റി എന്താ അഭിപ്രായം എന്ന് ഞാൻ പറയുന്നില്ല. നല്ല കോടയും ചെറിയ മഴയും നല്ല കാറ്റിങ്ങനെ വീശിക്കൊണ്ടേ ഇരിക്കുകയാണ് ഇവിടെ. ഏതാ മൂഡ് ഇവിടെ വന്ന് കുറച്ച് നേരം നിൽക്കാനുണ്ടല്ലോ, ഫുള്ള് റീഫ്രഷ് ആകും നമ്മൾ. അടിപൊളി ഒരു വെതറാണ് ഇവിടുത്തെ. ഈ ഊട്ടിയിലും കൊടൈക്കനാലിലൊക്കെ പോകുന്നതിനെക്കാട്ടിയും അടിപൊളി വെതറാണ് ഇതിൻ്റെ മേലിൽ. ആസ്വദിക്കാൻ പറ്റുന്ന ഒരു വെതറാണ്. ഏതാ മൂടെന്നറിയാമോ ഇവിടെ കുറച്ച് നേരം വന്ന് നിൽക്കാനായിട്ട്. കാറ്റ് വീശണണ്ട, നല്ല കാറ്റാണ് ഒരു സൈഡിൽ നിന്ന് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് കോട മാറിയ കാഴ്ചയാണ് കേട്ടോ കാണാൻ പറ്റുന്നത്. പെട്ടെന്നായിരിക്കും ഇവിടുത്തെ ക്ലൈമറ്റ് മാറണം. ചിലപ്പോൾ നല്ല മഴ വരും, ചിലപ്പോൾ നല്ല കോട വരും. അങ്ങനെ ചില സമയത്ത് കോട ഒന്ന് മൂടിപ്പോവും, ചിലപ്പോൾ കോട ഇങ്ങനെ പെട്ടെന്ന് പോവും. അങ്ങനെ മാജിക്കൽ ഒരു ക്ലൈമറ്റാണ് ഇതിൻ്റെ മേലെ. ക്ലൈമറ്റ് ഇങ്ങനെ മാറിക്കൊണ്ടേ ഇരിക്കും ഇവിടെ. ഈ ഒരു ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ ഇവിടുന്ന് താഴേക്കാ എങ്ങോട്ടും തന്നെ പോകാനായിട്ടുള്ള പെർമിഷനും കാര്യങ്ങളൊന്നുമില്ല. ഇത് മൊത്തം ഫോറസ്റ്റാണ്. കർണാടകയുടെ ബന്ദിപ്പൂർ ഫോറസ്റ്റിൻ്റെ നടുക്കാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഈ ഒരു അമ്പലത്തിലെ മാജിക്കൽ ക്ലൈമറ്റാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രത്യേകത. കോട ഇങ്ങനെ വന്ന് പറന്നുകൊണ്ടേ ഇരിക്കുക. ബസ്സിൽ എന്തായാലും നമുക്കിനി സീറ്റ് കിട്ടാൻ ചാൻസ് ഇല്ല, അത്രയും തിരക്കാണ് ഈ കാണുന്നത്. സീറ്റ് ഫുള്ളായിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ പുറകെ ഇനിയൊരു ബസ്സും കൂടി ഉണ്ടെന്ന് പറഞ്ഞ്. അപ്പോൾ എന്തായാലും നമ്മൾ അതിലാണ് കയറാൻ പോണത്. നമ്മൾ 5 മിനിറ്റ് വെയിറ്റ് ചെയ്തപ്പോൾ തന്നെ നമ്മുടെ രണ്ടാമത്തെ ബസ്സും വന്ന്. നമ്മൾ പോകാൻ നേരപ്പോഴാണ് കേട്ടോ ഏറ്റവും കൂടുതൽ കോട ഇവിടെ കാണാൻ പറ്റിയത്. ഫുള്ള് കോടയാണ്. ഇപ്പോൾ നമ്മൾ ലാസ്റ്റ് ബസ് 5:30 ലാസ്റ്റ് ബസ്സിലാണ് നമ്മൾ ഇവിടുന്ന് ഇറങ്ങാൻ പോണത്. ഇനി ഇങ്ങോട്ടേക്ക് ആർക്കും വരാൻ പറ്റില്ല. അപ്പോൾ ഗോപാൽസ്വാമി ഹിൽസിലെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട.